ഓക്കെ. യാ, ഇതാണ് നമ്മൾ ഏറ്റവും അടുത്ത് വരുന്ന സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെ റൂമിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ അറിയില്ല, ഒരു പീസ്ഫുൾ വൈബിൽ ഇങ്ങനെ നടക്കാം. ആക്ച്വലി ഇവിടെ ഒരു എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് വലിയ സൂപ്പർ മാർക്കറ്റ് കിട്ടുന്ന ഒരു എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ആക്ച്വലി പോകേണ്ടത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ, ആക്ച്വലി വി നീഡ് ടു ഗോ ദാറ്റ് സൈഡ്. ആ മല, ഈ സ്ട്രെയിറ്റ് കാണുന്ന മല കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ യൂറോടാക്കിൻ്റെ ഓഫീസ് എത്തും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. പക്ഷേ ഇതൊരു കിലോമീറ്ററൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളൂ. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഞങ്ങളിപ്പോൾ ഇവിടെ സമയം വൈകുന്നേരം 6 മണി ഇവിടെ 9 മണി വരെ എന്താവില്ല, ഇരുട്ടാവില്ല, വെളിച്ചം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ജസ്റ്റ് നമുക്ക് എപ്പോഴും വരാൻ വേണ്ടി നമുക്ക് ഏറ്റവും അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്തോ ഒരു പേരുണ്ട്, പക്കെ ടൊമാറ്റോ അങ്ങനെ എന്തോ പേരുണ്ട്. ഇതാണ് എന്താ സൂപ്പർ മാർക്കറ്റിൻ്റെ ബോർഡ്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ 8 യൂറോ കൊണ്ട് സാധനം മേടിച്ചിട്ടുള്ളൂ. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ 40 യൂറോ ആ റേഞ്ചിലുള്ള സാധനങ്ങൾ മേടിച്ചു. നമുക്കിപ്പം 3 ദിവസം കൂടി നമുക്കിവിടെ ട്രാവലിംഗ് ഉള്ളൂ. നമ്മളിനി 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറും. നമുക്കിവിടെ ഒരു 10 ദിവസത്തെ ക്ലാസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രൈഡേ എന്ത് ചെയ്യും, നമ്മൾ ലൊക്കേഷൻ മാറും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചപ്പാത്തി പിന്നെന്താണ് ചപ്പാത്തി, ജാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മേടിച്ചേക്കുന്നത്. ഉള്ളി, നമുക്കവിടെ ഉള്ളി ഇല്ലായിരുന്നു. നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള പർച്ചേസ് നടത്തിയായിരുന്നു. പക്ഷേ നമ്മൾ ഉള്ളി പെട്ടെന്ന് തീർന്നു. സോ actually we need to walk on the right side. Left side. Okay, we are going right. Actually here ഇവിടെ നമ്മളെ റോഡ് നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പക്ക കറക്റ്റാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകേണ്ടത്. ഓക്കെ, സോ വി ആർ ഗോയിങ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോഡ്. കാരണം ഇവിടെ കാറ് വലത്തെ സൈഡിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ദ കാർസ് ആർ മൂവിങ് ഓൺ ദ റൈറ്റ് സൈഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഫ്രണ്ട്. From there I will pick it. No issues, man. ഓക്കെ, നമ്മൾ കവർ അണ്ണൻ്റെ കൊടുത്തിട്ടാണ് വീഡിയോ എടുക്കേണ്ടത്. നമ്മളെ ലഗേജ് അണ്ണൻ്റെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യണം. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ വീഡിയോ എടുത്തു. ഇനി നമുക്ക് ഒറ്റ നടത്തം. 2 ആൾ മുന്നിൽ പോയിട്ടുണ്ട്, ആൻ്റണി ചേട്ടനും രഞ്ജിത്ത് ബ്രോയും. ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്താ പറയുക, നമ്മളെ എല്ലാവരും ട്രാഫിക് നിയമങ്ങളൊക്കെ പക്ക പാലിച്ച് പോകുന്ന ടീമാണ്. അതുകൊണ്ട് ആക്സിഡൻസ് ഒക്കെ വളരെ കുറവാണ്. എല്ലാവരും നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിൽ നമ്മൾ പാസ് ചെയ്ത് പോകുന്നില്ല. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് 30 സെക്കൻഡിന് ഹോൾഡ് ചെയ്തതിന് ശേഷം മാത്രമേ എന്തുള്ളൂ, എല്ലാവരും പാസ് ചെയ്ത് പോവുള്ളൂ. എങ്ങനെ ഫ്രീ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ജസ്റ്റ് ഒരു 2-3 സെക്കൻഡ്, നമ്മൾ 2-3 അല്ല, ഐ തിങ്ക് 10 or more seconds we need to stop on any junction, then only we can pass the roads. Without stopping, no cars can go. It will be a violation. Here without stopping going the car is the violation. Actually the lighting is very good. See, this is the junction. A Renault car is coming. We need to walk I think 2.5 kilometers. Okay, so let's go. On the left side of the road only we can walk. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് കേട്ടോ. There is a Kia car and electric cars are available here. Tesla, like cars. I am dumping here. ഇതൊക്കെ ഒരു വീട് പണി നടന്നുകൊണ്ട് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഫിനിഷ്ഡ്. ആക്ച്വലി ദ ഹൗസ് ഈസ് വർക്ക് ഈസ് ഗോയിങ് ഓൺ. വെൽക്കി ഗാബർ. അതേപോലെ ഒരു ബൈക്ക് പോകണ്ടോ. ഇവിടുത്തെ ബൈക്കൊക്കെ പ്രത്യേകമുണ്ട്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ 2 ടയർ ബാക്കിൽ വരും. പക്ഷേ ഇവിടെ ഫ്രണ്ടിലാണ് ബൈക്കിനൊക്കെ 2 ടയർ വരുന്നത്. ബാക്കിൽ 1 ടയറും ഫ്രണ്ടിൽ 2 ടയറും കേട്ടോ. അതൊരു ഫ്ലെക്സിബിൾ ഡ്രൈവിങ്, ഭയങ്കര രസമാണ് അത് പോകുന്നത് കാണാൻ തന്നെ. ഇറ്റ്സ് എ ഗുഡ് തിങ്. യാ, സോ ഐ ആം സ്റ്റോപ്പിംഗ് ദ വീഡിയോ. ഐ നീഡ് ടു ബ്രിങ് ദ ലഗേജ് ടു മൈ റൂം. സോ ഈ എപ്പിസോഡ് നമ്മൾ 4 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, നമുക്കിങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരാം നമ്മൾ വീഡിയോ എടുക്കലൊക്കെ. ആക്ച്വലി ഞാൻ എടുക്കുന്ന ഫോണെന്ന് പറയുന്നത് ഓപ്പോ റെനോ K30 ആണെന്ന് തോന്നുന്നു. ഏട്ടൻ്റെ
ഇറ്റ്സ് എ ഗുഡ് ഫോൺ ആക്ച്വലി. ഞാൻ ഐഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഐഫോണിലെ സ്റ്റോറേജ് ഫുള്ളായതുകൊണ്ട് ഇതിൽ എടുത്തുന്നേ ഉള്ളൂ. ഇത് നല്ല ക്യാമറയാണ് കേട്ടോ, കുഴപ്പമില്ല, അടിപൊളി വീഡിയോ ആണ് ഇതിൽ കിട്ടുന്നത്.